ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ കുഞ്ഞു മൊയ്തീൻ, ബിർള ഫെർട്ടിലിറ്റി ആൻഡ് IVF, കാലിക്കറ്റ് ആൻഡ് പെരിന്തൽമണ്ണയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. IVF എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വന്ധ്യത ഉള്ളവർ ഇത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റിനെ ചികിത്സയെക്കുറിച്ചിട്ട് പലപ്പോഴും ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ എല്ലാം ഉപരി ഇത്തരത്തിലൊരു ചികിത്സയ്ക്ക് തയ്യാറാവുന്നതിന് മുമ്പ് നമ്മൾ വളരെ ലളിതമായിട്ട് ഇതെന്താണ് ഈ ചികിത്സാ മാർഗം, കാരണം ടെസ്റ്റ് ട്യൂബ് ശിശു ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും അതിൻ്റെ മലയാളത്തിൽ നിങ്ങൾ പല പരസ്യങ്ങളോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് IVF-ന്റെ ഫുൾ ഫോം എന്താണ്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് പ്രധാനമായിട്ടും ശരീരത്തിന് പുറത്ത് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം നടക്കുന്നതിനെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ശരീരത്തിൽ എവിടെയാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുക? ഗർഭപാത്രത്തിൻ്റെ സൈഡിൽ ഉള്ള ഒരു 2 അണ്ഡവാഹിനി കുഴലുണ്ട്. അതിനെ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയും. ഈ ഫലോപ്പിയൻ ട്യൂബ്സിലാണ് സാധാരണ രീതിയിൽ ഒരു സ്പേമും, അതായത് പുരുഷൻ്റെ ഭർത്താവിൻ്റെ ബീജാണുവും അവരുടെ വൈഫിൻ്റെ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന അണ്ഡവും, അതായത് oocyte എഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് യോജിക്കുന്ന ഒരു സ്ഥലം ഗർഭപാത്രത്തിന് പുറത്തുള്ള ഈ അണ്ഡവാഹിനി കുഴലിലാണ്. അതിനെയാണ് ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നതിന് പകരം അത് പുറത്ത് നടക്കുകയാണെങ്കിൽ, ലാബറട്ടറിയിൽ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ IVF എന്ന് പറയും. എന്തൊക്കെയാണ് ഈ ചികിത്സാ മാർഗത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും? ഒന്ന്, നമ്മളതിന് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള തയ്യാറെടുപ്പുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രാരംഭത്തിൽ നമുക്ക് വേണ്ടത്. അതായത് പുകവലി, മദ്യപാനം എന്നുള്ളവയൊക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡായാലും രണ്ടുപേരും ഇത്തരത്തിലുള്ള അഡിക്ഷനുകളിൽ നിന്ന് മാറി നിൽക്കണം. ശരീരഭാരം വളരെ ഒപ്റ്റിമമായിട്ട്, അതായത് അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ശരീരഭാരം ക്രമീകരിക്കാൻ വേണ്ടത്ര വ്യായാമങ്ങളോ ഭക്ഷണക്രമങ്ങളോ ഒക്കെ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇതിനെ തുടർന്ന് നമ്മൾ ഇതിൻ്റെ ചികിത്സയുടെ ഏറ്റവും ആദ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് ചികിത്സ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മാസം ആർത്തവചക്രത്തിൻ്റെ 2-മത്തെയോ 3-മത്തെയോ ചിലപ്പോൾ ഒരു 4-5 ദിവസത്തിനുള്ളിൽ ആണ് ഇഞ്ചക്ഷനുകൾ ആരംഭിക്കുക. പലപ്പോഴും ആധുനികമായിട്ടുള്ള പല പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു ആർത്തവചക്രത്തിൽ ഏത് ദിവസമായാലും നമുക്ക് ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ പലപ്പോഴും തുടങ്ങാം. അതിനെ റാൻഡം സ്റ്റാർട്ട് പ്രോട്ടോകോൾ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പറയും. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ആർത്തവത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാന കാരണം, ആ ഇഞ്ചക്ഷനുകൾ തുടങ്ങുമ്പോൾ ആ ഒരു നമ്മൾ ഇഞ്ചക്ഷൻ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആ സ്ത്രീക്ക് ഗർഭധാരണം ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ഈ പീരീഡിൻ്റെ ആർത്തവത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ എന്ന് പലപ്പോഴും മെൻഷൻ ചെയ്യാറ്. അപ്പോൾ അന്ന് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചക്ഷനുകൾ തുടങ്ങും. എന്തിനാണ് ഈ ഇഞ്ചക്ഷനുകൾ എടുക്കുന്നത്? സാധാരണ രീതിയിൽ ഒരു ആർത്തവ കാലഘട്ടത്തിൽ, ഓവുലേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ആർത്തവ കാലഘട്ടത്തിൽ ഒരു അണ്ഡം അല്ലെങ്കിൽ ഒരു എഗ്ഗ് ആണ് വിരിഞ്ഞ് ഓവുലേഷനായി വരിക. പക്ഷേ നമുക്ക് ഇവിടെ IVF ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഒട്ടനവധി അണ്ഡങ്ങളെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അണ്ഡാശയത്തിൽ കൂടുതൽ അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കുന്നത്. ഇതിനെ ജനറലായിട്ട് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയും. ഇത് പലതരത്തിലുള്ള ഗൊണാഡോട്രോപ്പിൻ ഉണ്ട്. റീകോമിനന്റ്, അതായത് നമ്മൾ റീകോമിനന്റ് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കുന്ന ഗൊണാഡോട്രോപ്പിൻ, അതിനാണ് ഏറ്റവും കൂടുതൽ കൃത്യത ഉള്ളതും പിന്നെ അത് ആവശ്യം കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് റീകോമിനന്റ് ഗൊണാഡോട്രോപ്പിൻ. ഇത് ശരീരഭാരം, അവരുടെ പ്രായം, അണ്ഡാശയത്തിലെ അണ്ഡത്തിൻ്റെ റിസർവ്, അതായത് ഓവേറിയൻ റിസർവ് എന്നൊക്കെ പറയും, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ്റെ തോത് എത്രത്തോളം ഒരു ദിവസം വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇഞ്ചക്ഷനുകൾ തുടങ്ങുന്നു. ഇഞ്ചക്ഷനുകൾ തുടങ്ങി ഏകദേശം ഒരു 5-6-മത്തെ ദിവസം നമ്മൾ പേഷ്യൻറ്റിനോട് വരാൻ പറയും. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇഞ്ചക്ഷനുകൾ വളരെ ലളിതമായിട്ടുള്ള ഇഞ്ചക്ഷനുകളാണ്. ഇത് ഇൻസുലിൻ ഒക്കെ എടുക്കുന്നത് മാതിരി ഉള്ള, ഇൻസുലിനെ കുറിച്ച് പറയാൻ കാരണം എല്ലാവർക്കും പരിചയമുള്ള ഒരു ഇഞ്ചക്ഷനാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ. അപ്പോൾ ഈ ഇഞ്ചക്ഷനുകൾ നമ്മൾ തൊലിക്കടിയിൽ എടുക്കുന്ന, അതിനെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയും.
തൊലിക്കടിയിൽ എടുക്കുന്ന ഇഞ്ചക്ഷനുകളാണ് ഈ എല്ലാ തരത്തിലുള്ള ഇഞ്ചക്ഷനുകളും. അപ്പോൾ അത് എല്ലാ ദിവസവും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിൽ വന്ന് എടുക്കണമെന്നില്ല. ഓരോരുത്തരുടെയും വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ചെറിയ ക്ലിനിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ പരിചയമുള്ള നഴ്സുമാരെ കൊണ്ടോ അല്ലെങ്കിൽ സ്വയം തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ ഏത് പ്രായത്തിലും വിദ്യാഭ്യാസത്തിന്റെ അളവ് നോക്കാതെ സ്വയം എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് അല്ലേ? കാരണം നമ്മൾ അതിനോട് താരതമ്യപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്, പൊരുത്തപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ഷനുകൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ പോയി എടുക്കണോ എന്നുള്ള പറയൊന്നും വേണ്ട. അത് ഡോക്ടർ പറയുന്ന ദിവസങ്ങളിൽ മാത്രം ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ തുടങ്ങി ഒരു 5 ദിവസം കഴിഞ്ഞ് 5 ദിവസത്തോളം ഇഞ്ചക്ഷൻ എടുത്തതിന് എല്ലാ ദിവസവും എടുക്കണം ഇഞ്ചക്ഷൻ. ഏകദേശം ഒരു കൃത്യസമയം, വളരെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് 9 മണിക്ക് എടുത്തതിന് ശേഷം 9 മണിക്ക് തന്നെ എടുത്താലേ ശരിയാവുള്ളൂ, അങ്ങനെയില്ല. അത് കുറച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ രാവിലെ എടുക്കേണ്ട ഇഞ്ചക്ഷൻ രാത്രി എടുക്കുക, അങ്ങനെയൊന്നും മാറിപ്പോയിരുന്നു. മനസ്സിലായിരുന്നു? അപ്പോൾ ആ ഇഞ്ചക്ഷനുകൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നോ ക്ലിനിക്കിൽ നിന്നോ എടുത്തതിന് ശേഷം 5 ദിവസം എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ക്ലിനീഷ്യൻ സ്കാൻ ചെയ്തിട്ട് അണ്ഡാശയത്തിൻ്റെ പ്രതികരണം എത്രയുണ്ട് നോക്കും. അണ്ഡാശയത്തിൻ്റെ പ്രതികരണം പലപ്പോഴും എന്തുകൊണ്ടാണ് IVF ചെയ്യുന്നത്, പലപ്പോഴും നമ്മൾ PCOD അല്ലെങ്കിൽ ട്യൂബിൻ്റെ ബ്ലോക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡ് സ്പെർമിൻ്റെ കൗണ്ട് കുറവ്, ഇങ്ങനെയൊക്കെ ആയിട്ട് പല കാരണങ്ങൾ കൊണ്ട് IVF ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ 5ാമത്തെ ദിവസം സ്കാൻ നോക്കുമ്പോൾ അണ്ഡാശയത്തിൽ എത്രത്തോളം അണ്ഡങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്നുണ്ട്, അത് എത്രത്തോളം അതിന് വലുപ്പമായി എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടും. അതിനുശേഷം ഈ ഇഞ്ചക്ഷനുകൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ കൂടാതെ നമ്മൾ സാധാരണ രീതിയിൽ താനെ അണ്ഡങ്ങൾ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് സ്പോണ്ടേനിയസ് ഓവുലേഷൻ എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ അണ്ഡങ്ങൾ, നമ്മൾ വിരിഞ്ഞു വരുന്ന അണ്ഡങ്ങൾ, ഓരോ അണ്ഡങ്ങളും ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടാക്കും. തലച്ചോറിന് അത് നമ്മൾ IVF ചെയ്യണോ അല്ലേ എന്നൊന്നും അറിയില്ല, ഇല്ലേ? അപ്പോൾ ഈ ഇഞ്ചക്ഷനുകൾ എടുത്തിട്ട് ഈസ്ട്രജന്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ താനെ ഇതൊക്കെ പൊട്ടിപ്പോവാം. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഓവുലേഷൻ താനെ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 മരുന്നുകളോ ഇഞ്ചക്ഷനുകളോ ചിലപ്പോൾ തുടർന്ന് ചേർക്കും. ഇങ്ങനെ മൊത്തത്തിൽ ഈ ഇഞ്ചക്ഷനുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 10-12 ദിവസം ആകുമ്പോൾ 2 ഓവറിയിലും 2 അണ്ഡാശയത്തിലും അണ്ഡങ്ങൾ വിരിയും. അത് അതിൻ്റെ വലുപ്പവും അതിൻ്റെ എണ്ണവും ഒക്കെ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ആകുമ്പോൾ നമ്മൾ അടുത്ത തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. നമ്മൾ ആ ഫോളിക്കിൽ നിന്ന് നമ്മൾ അണ്ഡങ്ങൾ എടുക്കണം. ഈ അണ്ഡാശയത്തിൽ വിരിഞ്ഞു വരുന്ന അതിനെ നമ്മൾ ഫോളിക്കിൾ എന്നാണ് പറയുക. അതിനെ നമ്മൾ ഒരിക്കലും എഗ് എന്നോ അണ്ടമെന്നോ ഊസൈറ്റ് എന്നോ പറയില്ല. ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുമിളയാണ്. അതിൻ്റെ അകത്ത് ഉണ്ടാകണം എഗ്ഗ്, അതിന് ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ എല്ലായ്പ്പോഴും ഈ ഫോളിക്കിളിൽ എഗ്ഗ് ഉണ്ടാവണമെന്നില്ല, ഉണ്ടായാൽ തന്നെ ആ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫോളിക്കിളിൽ നിന്നുള്ള എഗ്ഗുകളൊക്കെ നമ്മൾ എടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മളൊരു ദിവസം രാവിലെ ഒരു പ്രത്യേക സമയത്ത്, മീൻസ് മുൻകൂട്ടി നിശ്ചയിച്ച സമയം, രാവിലെ തന്നെ ആവണമെന്നില്ല, ഉച്ചക്കൊക്കെ ആവാം, അതിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട്. എന്നിട്ട് ആ ദിവസം വരുമ്പോൾ, ഒരു ദിവസം അണ്ഡങ്ങൾ എടുക്കാൻ വരുമ്പോൾ ആ ദിവസം നേരിയ ഒരു സെഡേഷൻ, നേരിയ ഒരു മയക്കം തന്നിട്ടാണ് അണ്ഡങ്ങൾ എടുക്കുക. കാരണം അണ്ഡങ്ങൾ എടുക്കുന്നത് യോനിക്കകത്തുള്ള സ്കാനിങ് വഴിയാണ് എടുക്കുന്നത്. സാധാരണ ബ്ലഡൊക്കെ എടുക്കുന്ന മാതിരി ഒരു നീഡിൽ ഉപയോഗിച്ചിട്ടാണ് എടുക്കുക. പക്ഷെ ആ സമയത്ത് വേദന ഇല്ലാതിരിക്കാനും വളരെ ചുരുങ്ങിയ സമയത്തിൽ അണ്ഡങ്ങളൊക്കെ ശേഖരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മയക്കം തരുന്നത്. അപ്പോൾ അണ്ഡം എടുക്കുന്നത് ഒരിക്കലും വേദന അറിയുന്ന ഒരു പ്രൊസീജിയർ അല്ല. അത് വേദന അറിയാതിരിക്കാനാണ് നേരിയ തരത്തിലുള്ളൊരു മയക്കമൊക്കെ തരുന്നത്. അല്ലാതെ ഫുൾ വായിൽ ട്യൂബ് ഇട്ടിട്ടോ നട്ടെല്ല് കുത്തിയിട്ടുള്ള വലിയ മയക്കങ്ങളൊന്നും ആവശ്യമില്ല. ചെറിയ തരത്തിലുള്ള നമ്മൾ ഡ്രിപ്പൊക്കെ ഇടുന്ന രീതിയിലുള്ള മയക്കങ്ങൾ മതിയാവും. എന്നിട്ട് ഈ അണ്ഡങ്ങൾ ശേഖരിച്ച്, ഇത് നിങ്ങളുടെ ക്ലിനീഷ്യൻ അല്ലെങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഈ അണ്ഡങ്ങൾ എടുക്കുക. അണ്ഡങ്ങൾ എടുത്തതിന് ശേഷം ഈ അണ്ഡങ്ങളെ അത് എംബ്രിയോളജി ഭ്രൂണ ലാബിലേക്ക്, എംബ്രിയോളജി ലാബറട്ടറിയിലേക്ക് എംബ്രിയോളജിസ്റ്റിന് കൈമാറുന്നു. അവര് അത് നോക്കി ഈ ഓരോ ഫോളിക്കിൽ നിന്നുള്ള ദ്രാവകത്തിൽ നിന്നും അണ്ഡങ്ങളെ വേർതിരിച്ച് അതിന് ക്വാളിറ്റി ഉണ്ടോ, അണ്ഡങ്ങളുണ്ടോ, എത്ര എണ്ണം കിട്ടി, അതിന്റെ മെച്യൂരിറ്റി എത്രയാണ് എന്നുള്ളതൊക്കെ അവർ പറയും. അപ്പോൾ മെച്യൂർ ആയിട്ടുള്ള എഗ്ഗ്, M2 എഗ്ഗിലേക്ക് മാത്രമാണ് നമുക്ക് സ്പേമിനെ യോജിപ്പിക്കാൻ പറ്റുക. അപ്പോൾ അണ്ഡങ്ങൾ എടുത്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂറിന്റെ ഒരു വിശ്രമത്തിന് ശേഷം അതേ ദിവസം തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക്, ഈ രോഗീനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ അഡ്മിറ്റ് ആയിട്ട് കിടക്കേണ്ട ആവശ്യങ്ങളൊന്നും അവിടെ ഇല്ല. ഈ എംബ്രിയോളജിസ്റ്റ് ഈ അണ്ഡങ്ങളെ ശേഖരിച്ച് വേർതിരിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം
അതിൽ എത്രത്തോളം മെച്യൂർ ആയിട്ടുണ്ട്, അതിലേക്ക് എത്രത്തോളം സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന അണ്ടങ്ങളുണ്ടെന്ന് കണക്കാക്കി അതിലേക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷം അത് ഇൻക്യുബേറ്ററിലൊക്കെ വെച്ചിട്ട് അതിന്റെ പുറത്തുള്ള ബാഹ്യമായിട്ടുള്ള അനാവശ്യ കോശങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനെ ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ ഈ എംബ്രിയോളജിസ്റ്റ് ഈ അണ്ടത്തിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുക. ഈ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന അണ്ടത്തിലേക്ക്, എഗ്ഗിലേക്ക്, oocyteലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ പ്രക്രിയയാണ് പലപ്പോഴും നമ്മൾ ICSI എന്ന് പറയാം. ICSI, അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക്. അതായത് അണ്ടത്തിന്റെ ഒരു സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതൊരു കോശത്തിന്റെയും ഉള്ളിലുള്ള അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ഈ സൈറ്റോപ്ലാസത്തിലേക്ക്, അണ്ടത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക്, ഈ എഗ്ഗിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു സ്പേമിനെ മൈക്രോസ്കോപ്പിന്റെ വളരെ മാഗ്നിഫിക്കേഷൻസ് ഉള്ള ഒരു സൂക്ഷ്മദർശിനിയുടെ സഹായത്തോടു കൂടി ഈ സ്പേമിനെ അതിൽ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ അണ്ട എടുക്കുന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ എഗ്ഗ് കളക്ട് ചെയ്യുന്ന oocyte പിക്കപ്പ്, OPU എന്നൊക്കെ ഇങ്ങനെ പല രൂപത്തിൽ പറയും. അപ്പോൾ oocyte റിക്കവറി എന്നെല്ലാം പറയും. അപ്പൊ ഈ അണ്ട എടുക്കുന്ന ദിവസം തന്നെ രാവിലെ ഹസ്ബൻഡിന്റെ സ്പേം കളക്ട് ചെയ്ത് ശുദ്ധീകരിച്ച് വാഷ് ചെയ്ത് അതിലത്തെ നല്ല സ്പേമിനെ മാത്രം വേർതിരിച്ച്, അതിലെ DNA ഫ്രാഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്ത സ്പേമിനെ വേർതിരിച്ച് അതിനെ തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ തയ്യാറാക്കി വെച്ച് നല്ല ശുദ്ധീകരിച്ച് നല്ല ചലനശേഷിയുള്ള ക്വാളിറ്റിയുള്ള വൈകല്യങ്ങളില്ലാത്ത സ്പേമിനെയാണ് നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എഗ്ഗിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ICSI വഴി, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൽ S എന്ന് പറഞ്ഞ സ്പേമാണ്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് അണ്ടത്തിന്റെ സൈറ്റോപ്ലാസം ഉള്ളിലുള്ള ദ്രാവകത്തിലേക്ക് ഈ സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ സ്പേം ഇഞ്ചെക്ട് ചെയ്യപ്പെട്ട നല്ല അണ്ടങ്ങളെ ഇൻക്യുബേറ്ററിൽ വെക്കുന്നു. ഒരു 24 മണിക്കൂറിന് ശേഷം നമുക്ക് ഏതെല്ലാം എഗ്ഗുകളാണ്, oocyteകളാണ് ഫെർട്ടിലൈസ്ഡ് ആയിരിക്കുന്നത്, സ്പേമുമായിട്ട് യോജിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സാധാരണഗതിയിൽ എല്ലാ അണ്ടങ്ങളും ഫെർട്ടിലൈസ്ഡ് ആവില്ല ഒരിക്കലും. പക്ഷേ ഏകദേശം ഒരു 80-90% അണ്ടങ്ങളൊക്കെ ഫെർട്ടിലൈസ്ഡ് ആവാറുണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെ അടുത്ത ദിവസം, അതായത് 48 മണിക്കൂറിന് ശേഷം ഇത് ഫെർട്ടിലൈസ്ഡ് ആയ, ബീജസങ്കലനം നടന്നിട്ടുള്ള അണ്ടം വിരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും, കോശവിഭജനം നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ 48 മണിക്കൂറിൽ അതിൽ 4 കോശങ്ങൾ ഉണ്ടായിരിക്കണം, 4 4 സെൽ എംബ്രിയോ എന്ന് പറയും. 3 ദിവസം, അതായത് ഒരു 72 മണിക്കൂർ ആയിക്കഴിഞ്ഞാൽ അതിൽ 8 കോശങ്ങളാവാം. അതിൽ 4ാമത്തെ ദിവസത്തിനെ അതിനെ മോറില്ല എന്ന് പറയും. 5ാമത്തെ ദിവസത്തിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ബ്ലാസ്റ്റോസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നിങ്ങൾ നെറ്റിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭ്രൂണാണ് ഗർഭധാരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭ്രൂണം. പക്ഷെ അതുവരെ വളരാൻ സാധ്യതയില്ലെങ്കിൽ ഈ 3ാമത്തെ ദിവസത്തിലുള്ള ഭ്രൂണം തന്നെ നമ്മൾ പലപ്പോഴും ഗർഭപാത്രത്തിൽ വെക്കും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഈ മെഡിക്കൽ ഡെവലപ്മെന്റിലൊക്കെ നമ്മൾ ഈ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ഈ അണ്ടങ്ങളുടെ ഫലമായിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോണിന്റെ പാർശ്വഫലങ്ങൾ ശരീരത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ഭ്രൂണം അപ്പം തന്നെ സാധാരണ വെക്കില്ല. ഈ 5 ദിവസമായ ഭ്രൂണത്തിനെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ശീതീകരിച്ച് സൂക്ഷിച്ചു വയ്ക്കും. ഈ എംബ്രിയോ ഫ്രീസിങ്, എഗ് ഫ്രീസിങ് ഒക്കെ ഞാൻ വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഫ്രീസ് ചെയ്തിട്ടുള്ള ഭ്രൂണങ്ങളെ നമ്മളവിടെ ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കും. അതിൽ നിയമപ്രകാരം നമുക്ക് 10 വർഷം വരെയൊക്കെ വെക്കാം. അതായത് കുറേ ഭ്രൂണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക്, 2ാമത്തെ കുട്ടിക്ക്, 3ാമത്തെ കുട്ടിക്കൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാം. കാരണം അത്രയും സുരക്ഷിതമാണ് ഈ വിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഫ്രീസിങ് പ്രക്രിയ. അതിനുശേഷം ഒരു പീരീഡോ നമ്മൾ അണ്ട എടുത്തതിന് ശേഷം നിങ്ങളടുത്ത് പേഷ്യൻ്റെ അടുത്ത് നമ്മളൊരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് റിവ്യൂ ചെക്കപ്പിന് വരാൻ പറയും. എന്തെങ്കിലും പെയിനുകളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനുകളോ അങ്ങനെ, അല്ലെങ്കിൽ ഓവറിയിൽ ഹൈപ്പർ സ്റ്റിമുലേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം ഇല്ലാതിരിക്കാൻ പരമാവധി മുൻകരുതലുകൾ എടുക്കും. അതിന്റെ ഭാഗമായിട്ട് സാധാരണ രീതിയിൽ അത്തരത്തിൽ കാണാറില്ല. അപ്പോൾ അതിനുശേഷം ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവരെടുത്ത് എത്രത്തോളം അണ്ടങ്ങൾ യോജിച്ചു, എത്രത്തോളം ഭ്രൂണങ്ങൾ വിരിഞ്ഞു, ആ ഭ്രൂണത്തിന്റെ ക്വാളിറ്റി എത്രയാണ്, എത്രത്തോളം ഭ്രൂണങ്ങൾ നമ്മൾ ഫ്രീസ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു തരും. അതിനുശേഷം ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗർഭപാത്രത്തിന്റെ അകത്ത് ഒരു ലൈനിങ് ഉണ്ട്. ഇതിനെ നമ്മൾ എൻഡോമെട്രി എന്ന് പറയും. ഈ എൻഡോമെട്രിയൽ ലൈനിങ് പ്രിപ്പയർ ചെയ്ത് അതിനെ തയ്യാറാക്കി, അതിൻ്റെ തിക്നെസ് ഏകദേശം 8 മില്ലിമീറ്ററോളം വരണം, അതിലേക്കുള്ള രക്തോട്ടം കറക്റ്റ് ആവണം. ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ ഈ ഭ്രൂണത്തിനെ വെക്കുക. ഭ്രൂണത്തിന് വെക്കുന്നത് ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു പ്രൊസീജിയറാണ്. അതിന് മയക്കത്തിന്റെ ആവശ്യമോ അങ്ങനെയൊന്നും ഇല്ല.
പക്ഷേ ആ ഭ്രൂണത്തിനെ വെച്ച് നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് സ്കാനിങ് നോക്കിയിട്ട് ആണ് നമ്മളിത് പൊസിഷൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഭ്രൂണം വെച്ചതിന് ശേഷം നമ്മൾ ഒരു 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് പറയും, ക്ലിനിക്കിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ പറയും. അതിനുശേഷം വീട്ടിൽ വിടും. അപ്പോൾ നമ്മൾ തുടർന്നുള്ള ഒരു 2 ആഴ്ചയ്ക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഭക്ഷണങ്ങൾ എന്തൊക്കെ കഴിക്കാൻ പാടില്ല, പിന്നെ മരുന്നുകൾ ഏതൊക്കെയാണ്, നമ്മൾ ല്യൂട്ടിയൽ സപ്പോർട്ട് എന്ന് പറയും. ഈ ഭ്രൂണത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള, അത് പിടിക്കാൻ സഹായിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഗർഭധാരണം നടന്നാൽ അബോർഷൻ ആകാതിരിക്കാനുള്ള തരത്തിലുള്ള മരുന്നുകളെല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് ആ മരുന്നുകളായിട്ട് വീട്ടിൽ പോയി ഒരു താരതമ്യേന ഒരു റെസ്റ്റ് എടുക്കാം. ഫുൾ ടൈം ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എല്ലാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ഇരിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം, ഭ്രൂണം വെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഭ്രൂണം അവിടെ പിടിച്ചോ ഇല്ലയോ എന്ന് പറയുന്നത്. ഈ ഭ്രൂണം ഒരിക്കലും കുട്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഭ്രൂണത്തിൽ ദൈവം ഒരു ജീവൻ കിട്ടിയാൽ മാത്രമാണ് അതൊരു കുഞ്ഞായിട്ട്, ഗർഭസ്ഥ ശിശുവായിട്ട് മാറുന്നത്. അപ്പൊ ഒരു ഭ്രൂണത്തിൽ ജീവൻ വരുന്ന ആ പ്രക്രിയ ഒരിക്കലും സയൻസിന് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു IVF ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് ഒരിക്കലും 100% കിട്ടില്ല. അത് ഏകദേശം ഒരു 60% വരെയൊക്കെയാണ് മാക്സിമം നമ്മൾക്ക് കിട്ടുക. അപ്പോൾ ഈ ഭ്രൂണം വെച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അപ്പോഴാണ് ഗർഭധാരണം ഉണ്ടോ ഇല്ലയോ, അത് നമ്മുടെ IVF പ്രോഗ്രാം സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും സ്ട്രെസ്, അതായത് മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ഉള്ളിൽ നിന്നോ പുറത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ സ്ട്രെസ്സാണ് നമ്മൾ ഈ IVF ട്രീറ്റ്മെന്റിന്റെ ഫെയിലിയറിന്റെ ഏറ്റവും പ്രധാന കാരണം. ഇത് ഗർഭാവോ ഇല്ലെന്ന് വിചാരിച്ചിരിക്കുക, ഗർഭായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കല് വളരെ അധികം ഒരു IVF ട്രീറ്റ്മെന്റ് സക്സസ് ആവുന്നതിന് വളരെ അധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ ഇതൊക്കെ നിങ്ങൾ കേട്ട ഒരു ഐഡിയ ആയാൽ പോലും ഓരോ IVF സെന്ററിലും നിങ്ങൾ ട്രീറ്റ്മെന്റിന് ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് അവരൊരു ക്ലാസ് എടുത്തു തരും. നമ്മൾ പ്രത്യേകിച്ച് ബിർല ഫെർട്ടിലിറ്റിയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പ്രത്യേകം കൗൺസിലിംഗ് സെഷനുകളൊക്കെ ഉണ്ട്. അതിൽ ഡോക്ടറും കൗൺസിലേഴ്സും എല്ലാം അതിന് നിങ്ങൾക്ക് ഒരു ടീമായിട്ട്, ബിർല ഫെർട്ടിലിറ്റിയിൽ അതൊരു ടീമായിട്ട് നമുക്ക് പേഷ്യൻ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും കേട്ട് അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.